Single particle tunneling. Consider two metals separated by an insulator A and B. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് രണ്ട് മെറ്റൽസ് ഉണ്ട്, എയും ബിയും എന്ന് പറഞ്ഞ്. അതിനെ നമ്മളൊരു സി എന്ന് പറയുന്ന ഇൻസുലേറ്റർ വെച്ച് സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഈ സി എന്ന് പറയുന്ന ഇൻസുലേറ്റർ ഒരു ബാരിയറായിട്ട് ആക്ട് ചെയ്യുന്നു. ദി ഇൻസുലേറ്റർ നോർമലി ആക്ട്സ് ആസ് എ ബാരിയർ ടു ദ ഫ്ലോ ഓഫ് കണ്ടക്ഷൻ ഇലക്ട്രോൺസ് ഫ്രം വൺ മെറ്റൽ ടു ദി അതർ. If the barrier is sufficiently thin, that is less than 10 or 20 angstrom, there is a significant probability that an electron which impinges on the barrier will pass from one metal to the other. This is called tunneling. ഇവിടെ ഈ ഇൻസുലേറ്റർ അല്ലെങ്കിൽ ബാരിയറിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 10 to 20 ആങ്സ്ട്രോമിന് ഇടയിലാണ്, അല്ലെങ്കിൽ അതിൽ താഴെയാണെങ്കിൽ എന്താണ്, ഇവിടെ എയിൽ നിന്നും ബിയിലേക്ക് കണ്ടക്റ്റിംഗ് ഇലക്ട്രോൺസ് ടണൽ ചെയ്യാനുള്ള പ്രോബബിലിറ്റി കൂടുതലാണ്. ആ പ്രോസസ്സിനെയാണ് ടണലിംഗ് എന്ന് പറയുന്നത്. In many experiments, the insulating layer is simply a thin oxide layer formed on one of two evaporated metal films as in the figure. ഇവിടെയുള്ള ഈ ബാരിയർ അല്ലെങ്കിൽ ഇൻസുലേറ്റർ എന്ന് പറയുന്നത് മോസ്റ്റ് ഓഫ് ദ ടൈംസ് ഈ എ അല്ലെങ്കിൽ ബി മെറ്റൽസ് ഇവാപ്പറേറ്റ് ചെയ്ത് ഉണ്ടാകുന്ന ഒരു ഓക്സൈഡ് ലെയർ ആയിരിക്കും. സോ ഈ 4 ഫിഗേഴ്സിൽ കാണിച്ചിരിക്കുന്നത് പ്രിപ്പറേഷൻ ഓഫ് അലുമിനിയം ഓക്സൈഡ് ടിൻ സാൻഡ്വിച്ച് ആണ്. ദാറ്റ് ഈസ് അലുമിനിയം ഈസ് വൺ മെറ്റൽ ആൻഡ് ടിൻ അനദർ മെറ്റൽ, അതായത് എ ബി. ഇവിടെ സി എന്ന് പറയുന്ന ബാരിയർ എന്ന് പറയുന്നത് അലുമിനിയം ഓക്സൈഡ് ആണ്. സോ ഇൻ ദ ഫിഗർ എ ഗ്ലാസ് സ്ലൈഡ് വിത്ത് ഇൻഡിയം കോണ്ടാക്ട്സ്. ഇവിടെ ഒരു ഗ്ലാസ് സ്ലൈഡ് ഉണ്ട്. ഈ 4 കോണ്ടാക്ട്സ് ഇൻഡിയം കൊണ്ട് ഉണ്ടാക്കിയ 4 കോണ്ടാക്ട്സ് ആണ്. ഇൻ ദ നെക്സ്റ്റ് ഫിഗർ ആൻ അലുമിനിയം സ്ട്രിപ്പ് 1 millimeter wide and 10,000 to 3,000 angstrom thick has been deposited across the contacts. In C, we can see that this aluminum strip has been oxidized to form aluminum oxide layer. ഇവിടുത്തെ അലുമിനിയം ഓക്സിഡൈസ് ചെയ്ത് അലുമിനിയം ഓക്സൈഡ് ലെയർ ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 10 to 20 ആങ്സ്ട്രോമിന് ഇടയിലാണ്. സോ ടണലിംഗ് ഈസ് പോസിബിൾ. ഇൻ ദ നെക്സ്റ്റ് വൺ, എ ടിൻ ഫിലിം ഹാസ് ബീൻ ഡെപ്പോസിറ്റഡ് അക്രോസ് ദ അലുമിനിയം ഫിലിം ഫോമിംഗ് അലുമിനിയം ഓക്സൈഡ് ടിൻ സാൻഡ്വിച്ച്. The external leads are connected to the indium contacts. 2 contacts are used for current measurement. മറ്റ് 2 contacts എന്ന് പറയുന്നത് വോൾട്ടേജ് മെഷർമെൻറ്റിനും യൂസ് ചെയ്യുന്നു. Next, when both metals are normal conductors, the current voltage relation of the sandwich or tunneling junction is ohmic at low voltages with the current directly proportional to the applied voltage. So നമ്മൾ കൺസിഡർ ചെയ്യുന്ന 2 മെറ്റൽസും ഓമിക് ആണെങ്കിൽ, ഓംസ് ലോ പറയുന്നത് കറണ്ട് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വോൾട്ടേജ്. സോ നോർമൽ കണ്ടക്ടേഴ്സ് ആണെങ്കിൽ കറണ്ട് വോൾട്ടേജ് റിലേഷൻ എന്ന് പറയുന്നത് ഒരു ലീനിയർ റിലേഷൻഷിപ്പ് ആയിരിക്കും. ദാറ്റ് ഈസ് കറണ്ട് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അപ്ലൈഡ് വോൾട്ടേജ്. Giovar in 1960 discovered that if one of the metals becomes superconducting, the current voltage characteristic changes from straight line of figure 1 to the curve shown in figure 2. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്ന 2 മെറ്റൽസിൽ ഒരെണ്ണം സൂപ്പർ കണ്ടക്റ്റിംഗ് ആണെങ്കിൽ നമുക്കിതുപോലെ ഒരു ലീനിയർ റിലേഷൻഷിപ്പ് അല്ലായിരിക്കും കിട്ടാം. ഈ ഫിഗർ 2 പോലെ ഇങ്ങനെ ഒരു കർവ് ആയിരിക്കും കിട്ടാം. നെക്സ്റ്റ്, ഫിഗർ ബിലോ കോൺട്രാസ്റ്റ് ദ ഇലക്ട്രോൺ ഡെൻസിറ്റി ഓഫ് ഓർബിറ്റൽസ് ഇൻ ദ സൂപ്പർ കണ്ടക്ടർ വിത്ത് ദാറ്റ് ഇൻ ദ നോർമൽ മെറ്റൽ. ഈ കാണുന്ന ഫിഗറിൽ നമുക്ക് വെർട്ടിക്കൽ ആക്സിസിൽ എനർജിയും ഹൊറിസോണ്ടൽ ആക്സിസിൽ ഓർബിറ്റൽ ഡെൻസിറ്റിയുമാണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ഇത് ഇലക്ട്രോൺ ഡെൻസിറ്റി ഓഫ് ഓർബിറ്റൽസ് ഇൻ സൂപ്പർ കണ്ടക്ടറും നോർമൽ കണ്ടക്ടറും തമ്മിൽ കോൺട്രാസ്റ്റ് ചെയ്യും. സോ ഇതെന്ന് പറയുന്ന സൂപ്പർ കണ്ടക്ടറിൻ്റെ റീജിയൻ ആണ്. ദിസ് ഈസ് എ നോർമൽ കണ്ടക്ടർ. ഇതിൻ്റെ നടുക്ക് ഇൻസുലേറ്റർ അല്ലെങ്കിൽ ഒരു ബാരിയർ ഉണ്ട്. ഈ ഹൊറിസോണ്ടൽ ലൈൻ ഈ നടുക്കൂടെ പോകുന്ന ഇതാണ് ഫെർമി ലെവൽ. സോ ഈ ഒരു ലെവലിൽ നിന്ന് നമ്മൾ ഫെർമി ലെവൽ, ഈ 2 ലെവൽസ് തമ്മിലുള്ള എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് 2Δ1 ആണ്. സോ ഈ ലെവലിൽ നിന്ന് ഫെർമി ലെവലിലേക്ക് ഒരു ഇലക്ട്രോൺ ടണൽ ചെയ്യണമെങ്കിൽ അപ്പം Δ1 എന്ന് പറയുന്ന ഒരു എനർജി വേണം. നമുക്കറിയാം വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ഇവിടെ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്താണ്, എനർജിയാണ്. എനർജി എന്ന് പറയുമ്പം ചാർജ്, ഇലക്ട്രോണിൻ്റെ കേസിൽ ഇ ഇൻറ്റു പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി. സോ ഇവിടെ നമുക്കറിയാം ഈ ടണലിംഗ് നടക്കണമെങ്കിൽ ഫെർമി ലെവലിലേക്ക് ടണൽ ചെയ്ത് ഇലക്ട്രോൺസ് എത്തണമെങ്കിൽ വേണ്ട എനർജി എന്ന് പറയുന്നത് ഇ ഈസ് ഈക്വൽ ടു Δ1. ദാറ്റ് ഈസ് Δ1 ഈക്വൽ ടു ഇ വി, വി ഈസ് ഈക്വൽ ടു Δ1/E. സോ ഇതെന്ന് പറയുന്നത് Δ1/E എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട മിനിമം വോൾട്ടേജ് ആണ്. ടണലിംഗ് പോസിബിൾ ആവാൻ വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യേണ്ട മിനിമം വോൾട്ടേജ് ആണ് വി ഈസ് ഈക്വൽ ടു Δ1/E. സോ നമുക്കിനി ഈ സൂപ്പർ കണ്ടക്ടറിൻ്റെ കേസിലുള്ള കറണ്ട് വോൾട്ടേജ് റിലേഷൻ്റെ ഫിഗർ ഒന്നുകൂടെ കൺസിഡർ ചെയ്യുമ്പം
വി. ഈ ഒരു മിനിമം വോൾട്ടേജ് കൊടുത്തു കഴിയുമ്പോഴാണ് ദർ ഈസ് സിഗ്നിഫിക്കൻറ്റ് ഇൻക്രീസ് ഇൻ കറണ്ട്. ബട്ട് സ്റ്റിൽ ഇതിന് താഴെയും ഒരു നെഗ്ലിജിബിൾ എമൗണ്ട് ഓഫ് കറണ്ട് നമുക്ക് കാണുന്നുണ്ട്. ദിസ് ഈസ് ഡ്യൂ ടു ദ തെർമൽ എക്സൈറ്റേഷൻ ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസിൻ്റെ തെർമൽ എക്സൈറ്റേഷൻ വഴി എനർജി റിസീവ് ചെയ്ത് ടണൽ ചെയ്യുമ്പോഴാണ് ഈ ഒരു നെഗ്ലിജിബിൾ കറണ്ട് അവിടെ ഉണ്ടാകുന്നത്. നമ്മൾ മിനിമം വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പം കറണ്ട് ഇൻക്രീസസ്. ദറ്റ് ഈസ് വി ഈസ് ഈക്വൽ ടു del1/V എന്ന് പറയുന്ന വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പം. ദാറ്റ് ഈസ് at finite temperatures there is small current flow even at low voltages because of electrons in the superconductor that are thermally excited across the energy gap. Thank you.